വീണ്ടും ഒരു ഓണക്കാലം എത്തി. ഓണത്തിന് പ്രജകളെ കാണാൻ ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് കോഴിക്കോട് വിഷനോടൊപ്പം. ഇനി നമുക്ക് കുറച്ച് ദിവസം ഈ ഓണപരിപാടിയുമായിട്ട് യാത്ര ചെയ്യാം. ഇന്ന് ഞാനുള്ളത് ബാലുശ്ശേരി പനായിലാണ്. പനായില് റിബക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അതായത് റിബക്സ് പനായിലുള്ള ഏറ്റവും മികച്ച ഫർണിച്ചർ സ്ഥാപനമാണ്. അവിടെ ഓണം ഡബാക്ക ഓഫറുകളുണ്ട്. നമുക്ക് ആദ്യം തന്നെ ആ റിബക്സിലൊന്ന് പോയിട്ട് വരാം. അങ്ങനെ ഞാനിപ്പോൾ റിബക്സിന് മുന്നിലാണ് പനായിലുള്ള. അപ്പോൾ നമുക്കൊന്ന് അവിടെ കയറി നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ പുതിയ ഓഫറുകളൊക്കെ നോക്കിയിട്ട്. റിബക്സ് ഫർണിച്ചറിൽ വന്ന സമയത്ത് നല്ലൊരു ഊഞ്ഞാൽ കണ്ടു. കുറച്ചു നേരം ഒന്ന് റിലാക്സ് ചെയ്തു, കുറച്ചു നേരം ഒന്ന് വിശ്രമിച്ചിട്ട് പോകാലോ എന്ന് വിചാരിച്ചു. നമുക്കതിന് മുമ്പേ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മുടെ പ്രജകൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇവരെന്തൊക്കെ ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളതെന്നും നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഫർണിച്ചർ ഷോപ്പിലേക്ക് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു സന്തോഷം തോന്നി. എന്താ വെച്ചാൽ ഈ ഓണക്കാലമാകുന്ന സമയത്ത് നമ്മൾ വിരുന്നുകാരും എല്ലാവരും വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഒരു ഡൈനിങ് ടേബിളാണ്. ഡൈനിങ് ഹാളിൽ ഏറ്റവും സൗകര്യമുള്ളത് ഒരു ഡൈനിങ് ടേബിളാണ്. അപ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ളൊരു ഡൈനിങ് ടേബിളാണ് ഈ എൻട്രൻസിൽ തന്നെ എനിക്ക് വളരെ പ്രധാനമായിട്ടും കാണാൻ തോന്നുന്നത്. ഇനി എന്തൊക്കെ ഓഫറുകളുണ്ട്, എന്തൊക്കെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഞാൻ നേരത്തെ ആ മാട്രസിൻ്റെ മുകളിലായിരുന്നല്ലോ ഇരുന്നത്. ഇപ്പം നല്ലൊരു കസേര, രാവിലെ നമ്മളെ കാരണവന്മാർക്കൊക്കെ വീട്ടിലിരുന്ന് പത്രം വായിക്കാനും പിന്നെ സുഖമായിട്ടൊരു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് സുഖമായിട്ട് ഇറങ്ങാനും ഏറ്റവും നല്ലൊരു ചെയർ ഇപ്പം ഞാനിരിക്കുന്നൊരു ചെയറാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഇതിലിരുന്നപ്പോഴാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ യാത്ര ചെയ്തിട്ടുള്ള ആ ഒരു സമയത്തുണ്ടാകുന്ന ആ ഒരു ക്ഷീണമുണ്ടല്ലോ, അതൊന്ന് മാറി എന്നുള്ളത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഇതും നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കസേരയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം ഞാൻ കയറുന്നത് റിബക്സിലെ ആദ്യത്തെ നിലകളിലേക്കാണ്. അവിടെ കുറച്ചും കൂടി സൗകര്യമുള്ള, കുറച്ചും കൂടി എന്താ പറയുക, കൂടുതൽ ഫർണിച്ചറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് നോക്കാം. ഈ സ്ഥാപനത്തിലെ ഈ ഒരു ഫ്ലോറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീക്ലൈനർ എന്ന് പറയുന്ന ഈ ഒരു ചെയർ 360 ഡിഗ്രിയിൽ നമുക്കിങ്ങനെ ചരിക്കാനും പറ്റും. നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് കാണുന്നുണ്ടല്ലോ, ഈ ഒരു സ്വിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫൂട്ട് നമുക്ക് പൊന്തിച്ച് സുഖമായിട്ട് ചാരി ഇരിക്കാനുള്ളൊരു സംവിധാനവും ഈ ഒരു കസേരയുടെ, ഈ ഒരു സോഫയുടെ, ഈ ഒരു ചെയറിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് റിബക്സിൻ്റെ സാരഥികളെ പരിചയപ്പെടാം. ശരത്തേട്ടൻ ഓൾറെഡി പനായിക്കാർക്ക് അവൈലബിൾ ആയിട്ട് അറിയുന്ന ഒരാളാണ്. എന്നാലും പേര് പറയും. എൻ്റെ പേര് ശരത്ത്. ഫർണിച്ചർ നിർമ്മാണ വിതരണ രംഗത്ത് 22 വർഷമായി. ഈ പുതിയ റിബക്സ് എന്നുള്ള പുതിയ പേരിൽ 6ാമത്തെ മാസം. എൻ്റെ പേര് ഹരീന്ദ്രനാഥ്. ഞാനിവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. ഈ റിബക്സ് ഇവിടെ ഇപ്പോൾ പുതിയ ഷോറൂം തുടങ്ങിയിട്ട് ഇപ്പോൾ 6 മാസമായി. കഴിഞ്ഞ മാർച്ചിലായിരുന്നു ഇനോഗ്രേഷൻ. വളരെ ഗംഭീരമായിട്ട് തന്നെ ഇനോഗ്രേഷനൊക്കെ നടന്നു.
അപ്പോൾ പിന്നെ അതിനുശേഷം നല്ല രീതിയിലുള്ള പിന്നെ ബിസിനസ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഈ പനായി, കുട്ടാളുടെ, ബാലുശ്ശേരി, ഉള്ളിയേരി ഭാഗങ്ങളിലുള്ള നല്ല തോതിലുള്ള നല്ല കസ്റ്റമർ ഇവിടെ വരുന്നുണ്ട്. ഒന്നാമത് ഞങ്ങളുടെ പിന്നെ പ്രൊഡക്ഷൻ്റെ ഒരു ഗുണനിലവാരം കൊണ്ടാണ് അങ്ങനെ കസ്റ്റമർ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനിയും ആ ഗുണനിലവാരം തുടർന്നും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ ഈ ഓണത്തോടനുബന്ധിച്ച് ഇവിടെ നല്ല രീതിയിലുള്ള ഓഫറുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഓഫറുകളെ പറ്റിയൊക്കെ ഞങ്ങളെ പിന്നെ പർച്ചേസ് മാനേജറായ ജിസ്നേച്ചി പറയുന്നത്. എൻ്റെ പേര് ജിസ്ന എന്നാണ്. ഞാനിവിടെ ഇപ്പോൾ ഒലിവ് ഇൻഡസ്ട്രി എന്നുള്ള പേരിലാണ് ഇവിടെ സ്ഥാപനം ആദ്യം തുടങ്ങിയത്. പിന്നെ ഒരു 12ാമത്തെ വർഷമാണ് ഒലിവ് ഫർണിച്ചർ എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ സ്ഥാപനം തുടങ്ങി. അപ്പോൾ ഒലിവ് ഫർണിച്ചർ എന്നുള്ള പേരിന് ഒരു ബ്രാൻഡ് നെയിം കിട്ടാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ ഒരു 6 മാസം മുന്നേ അതിൻ്റെ പേര് മാറ്റി റിബക്സ് ഫർണിച്ചർ എന്നാക്കിയിട്ട് മാറ്റിയത്. അപ്പോൾ സ്ഥാപനം എന്താണെന്ന് വെച്ചാൽ മാറുന്നില്ല. അപ്പോൾ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലായാലും നമ്മൾ പരമാവധി ഇവിടുന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. പിന്നെ കസ്റ്റമൈസ് സാധനങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏത് ലെവലിൽ വേണമെങ്കിലും സാധനം ഉണ്ടാക്കി കൊടുക്കാം. കസ്റ്റമർ ഡിസൈന് കൊണ്ടുവരിക, അതിനനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ കസ്റ്റമർ ഏത് ഡിസൈനാണോ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു രീതി. പിന്നെ കസ്റ്റമർ വന്നില്ലെങ്കിലും കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് നമ്മളത് മാറ്റി വരച്ച് കൊടുത്തിട്ട്, അപ്പോൾ ഡിസൈനറും കൂടിയാണ് ഹരിയേട്ടനാണ് ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ട് കസ്റ്റമർക്ക് ഏതാണോ ലെവലിൽ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സാധനങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ കുറ്റ്യാടി മുതൽ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. കുറ്റ്യാടി, നാദാപുരം വരെയൊക്കെ സാധനം കൊടുക്കുന്നുണ്ട്. പിന്നെ കോഴിക്കോട് ആ ഭാഗം വരെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു പെർസെൻറ്റേജ് കണക്കാക്കിയിട്ടല്ല കൊടുക്കുന്നത്. ഓഫർ കൊടുക്കുന്നത് ബെഡ്റൂം സെറ്റ് വാങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു കംഫർട്ടർ ഫ്രീ കൊടുക്കുന്നുണ്ട്. പിന്നെ ബെഡ്റൂം സെറ്റുകൾ 23,500 മുതൽ സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ്. അതിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ടിൽ, അലമാര, ഡ്രസ്സിംഗ് ടേബിൾ, സൈഡ് ബോക്സ്, ഈ 4 സാധനങ്ങളാണ് അതിൽ വരുന്നത്. അതൊരു പാക്കേജ് വരുന്നത്. അതിൻ്റെ കൂടെ പിന്നെ നമ്മളൊരു ബെഡ് എടുക്കുകയാണെങ്കിൽ ഒരു കംഫർട്ടർ, ബെഡ്ഷീറ്റ്, പില്ലോ ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബെഡിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10,000 രൂപ മുതൽ മേലോട്ടുള്ള എല്ലാ ബെഡിനും ഈ സാധനങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പ്രിംഗ് ബെഡിന് നമുക്ക് 10,000 രൂപ മുതൽ സ്പ്രിംഗ് ബെഡ് വരുന്നുണ്ട് ഇവിടെ. ഞങ്ങൾ പിന്നെ ഇവിടെ പിന്നെ ഹോം ഇൻറ്റീരിയറിൻ്റെ ഒരു സെക്ഷൻ കൂടി ഉണ്ട്. ഈ ഹോം ഇൻറ്റീരിയർ അതായത് വീടുകളുടെ പിന്നെ മൊത്തം ഹോം ഇൻറ്റീരിയർ ഡെക്കറേഷൻ എടുത്തിട്ട് ചെയ്യുന്ന, കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് അത് കസ്റ്റമർക്ക് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിൽ അത് ചെയ്ത് പിന്നെ കസ്റ്റമറെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഫുള്ളി സാറ്റിസ്ഫാക്ഷനായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു പരിപാടിയും കൂടി ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതും വളരെ നല്ല രീതിയിൽ നടന്നു പോകും. നമ്മുടെ പ്രേക്ഷകർ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവർ പുറത്തുനിന്ന് വരുന്ന ഫർണിച്ചറുകളുണ്ട്. അതുകൂടാതെ ഇവർക്കൊരു യൂണിറ്റ് ഉണ്ട്, ഒരു അല്ലേ വർക്കിംഗ് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. ആ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഫർണിച്ചറുകളാണ് കൂടുതലായിട്ടും ഇവിടെ സെയിൽ ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം എന്താ പറയുക, നിങ്ങളോടൊപ്പം സഹകരിച്ച് എന്താ പറയുക അത്രയും കോപ്പറേറ്റ് ചെയ്യുന്ന നിങ്ങളെ പണിക്കാരുമുണ്ട്. നമ്മുടെ പ്രേക്ഷകർ ചില ഓണവിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു, മനസ്സിലാക്കി. ഓഫറുകൾ തീർച്ചയായിട്ടും ഓണം ആ ഒരു സമയങ്ങളിലുള്ള ഓഫറുകൾ മാത്രമല്ല, കുറച്ചും കൂടി അങ്ങോട്ടേക്ക് നീളും അല്ലേ ശരത്തേട്ട, കുറച്ചും കൂടി അങ്ങോട്ടേക്ക് നീളും തീർച്ചയായിട്ടും. അതെ, ഓണം കഴിഞ്ഞാലും ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്ഥാപനം വന്ന് സന്ദർശിക്കണം, സാധനങ്ങൾ വാങ്ങണം എന്ന് മാത്രമല്ല, ഇവിടെ ഒന്ന് വന്ന് സന്ദർശിച്ചാൽ ഇവിടെ എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം റിബക്സിൻ്റെ ഒരു ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നിങ്ങൾക്ക് ഒരു ഓണാശംസകൾ വിഷയമാണ്. അപ്പം എല്ലാവർക്കും റിബക്സിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.